ഇന്നലെ ജോലിക്ക് പോയപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്നേ. ഞാൻ എൻ്റെ ബാഗിന് വരെ എടുത്തുകൊണ്ട് പോയത് ജസ്റ്റിയുടെ ബാഗാണ്. എൻ്റെ ഒരു അവസ്ഥയല്ലേ, നിങ്ങളിപ്പോൾ പറയുന്നത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പറ്റിയെന്ന് പറഞ്ഞാൽ മതി, പറ്റിയത് അബദ്ധമാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നല്ലേ. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അങ്ങനെ ജോലിയിലെല്ലാം കയറി. പിന്നെ ഇവിടെ പോയി കോഫി കുടിക്കാൻ പോയി. വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര കോഫി ക്രേവിങ്സ്. വേറെ എന്തും നമുക്ക് വേണ്ടെന്ന് നോക്കാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഉച്ചക്കത്തെ ലഞ്ചോ ഒക്കെ. പക്ഷേ എത്ര ലേറ്റ് ആയാലും ഒരു കോഫി വൈകുന്നേരം അത് കുടിച്ചില്ലേ ഒരു സ്വസ്ഥതയില്ലെന്നേ. അങ്ങനെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിൽ എഴുതിയേക്കുന്ന ആ വേർഡിങ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാം അല്ലേ, നിങ്ങൾ പറയാതെ തന്നെ എനിക്കിതറിയാം എന്നെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും മറ്റുള്ളവർ നമ്മളെ പൊക്കി പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമല്ലേ. സത്യം പറഞ്ഞാൽ വന്ന് ഇപ്പോൾ ഇവരുടെ കോഫിയേക്കാൾ ഇവരെഴുതി തരുന്ന ആ വേർഡിങ്സ് ഇല്ലേ, അതിന് ഞാൻ ഫാനായോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കാരണം എനിക്കിഷ്ടമാണ് നമ്മൾ കോഫി കുടിക്കുന്നതിന് മുമ്പ് അവരെന്താ എഴുതിയെന്ന് വായിക്കാൻ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ജോലിയൊക്കെ ജോലി കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ ICUവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പട്ടം പറത്തുന്നു. പട്ടമല്ലല്ലോ, വിമാനം പറത്തുന്നു. ഇപ്പോൾ ഇതാ കൃഷി കേട്ടോ, ജസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ. അങ്ങനെ നേരെ അവനെയും കൊണ്ട് അല്ല, അവൻ എന്നെയും കൊണ്ട്, അതായിരിക്കും കറക്റ്റ്. നമ്മളവിടെ തന്നെയുള്ള ഷോപ്പിൽ കയറാൻ പോയി കേട്ടോ. പുള്ളിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെറിയ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതി. പുള്ളിയുടെ ലക്ഷ്യം ടോയൊക്കെയാണ്. ടോയ് പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തേ, അതിൽ പുള്ളി ഫ്ലാറ്റ്. അല്ലെങ്കിൽ അവൻ വന്നു കഴിയുമ്പോഴേ അവനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ, ഒരു സമാധാനക്കേടാന്നേ. അത് കിട്ടിക്കഴിയുമ്പോൾ അവൻ്റെ ആ ഒരു ചിരിച്ച മുഖമുണ്ട്, അത് കാണുമ്പോൾ നമ്മൾ ഹാപ്പി. അപ്പോൾ ശരി, എന്നാൽ ഞങ്ങൾ പോയേച്ചും വരാം.